20 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. നിലമ്പൂർ നഗരസഭയിലെ രാമൻകുത്ത് 20ാം ഡിവിഷനിൽ കുതിരപ്പുഴയിൽ കാലങ്ങളായി വേനൽക്കാലം എത്തുന്നതിന് മുൻപ് നിർമ്മിക്കാറുണ്ടായിരുന്ന തടയണ നിർമ്മിച്ചില്ല. അധികൃതരുടെ അനാസ്ഥ കൊണ്ട് നാട് നേരിടാൻ പോകുന്നത് വലിയ വരൾച്ചക്കാലം. രാമൻകുത്ത് 20ാം ഡിവിഷനിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെ കിണറുകളിലും അതുപോലെ തന്നെ കുളിക്കുന്നതിൻ്റെ ആവശ്യത്തിനും മറ്റു ഇതിനുമായിട്ട് ഞങ്ങൾക്കുള്ള ഒരു ജലസമ്പത്താണ് ഈ കാണുന്നത്. വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിൽ ഇവിടെ തടയണ നിർമ്മിക്കുന്ന പതിവായ ഒരു രീതി ഈ പ്രാവശ്യം ഇവിടുത്തെ ഭരണസമിതി അവരുടെ അനാസ്ഥ കൊണ്ട് വിട്ടുപോയിട്ടുണ്ട്. അത് ഞങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പെട്ടെന്നുണ്ടായ ഈ ഒരു കയറൊക്കെ കെട്ടിയിട്ട് അവർ പണി തുടങ്ങാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്താണ് കാര്യമെന്നാണ് ഭരണസമിതിയോടും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കാലങ്ങളായിട്ട് ഈ ചെയ്തു പോരുന്നത് കൊണ്ട് നമുക്ക് വേനലിൽ കുടിവെള്ളം വീടുകളിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോകാറുണ്ട്. ഇത് രാമൻകുത്തിലെ ഈ റെയിലിനപ്പുറത്തുള്ള ഒരുപാട് കുടുംബങ്ങൾക്ക് ഈ പ്രാവശ്യം ജലസാധ്യത വളരെ ബുദ്ധിമുട്ടിലാകും എന്നുള്ളത് ഒരു സംശയവുമില്ല. ഇപ്പോൾ ഈ ചെയ്യുന്നത് അനാവശ്യ പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തി കൊണ്ട് എങ്ങനെയാണ് ഇവിടെ വെള്ളം വന്ന് ചേരുക എന്ന് മനസ്സിലാവുന്നില്ല. ഇനി ഈ ഇത്രയും ഫണ്ട് ഉപയോഗിച്ച് ഈ പൊരി വെയിലത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിച്ച് ഈ പണിയെടുക്കുന്നത് വെറും വിഡ്ഢി പരിപാടിയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വേനലിൽ ഒഴുക്ക് പൂർണ്ണമായും നിലച്ചതിനു ശേഷം നാട്ടുകാരുടെ പ്രതിഷേധം ഒന്നുകൊണ്ട് മാത്രം തുടങ്ങുന്ന തടയണ നിർമ്മാണം ആരെ ബോധിപ്പിക്കാൻ ആണെന്നും ഇതുകൊണ്ട് എന്ത് ഗുണമാണെന്നുമാണ് അറിയേണ്ടതെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള എന്താ വെച്ചാൽ ഇത് ഒരു മാസം മുമ്പേ ഇവിടെ തടയണ കെട്ടേണ്ടതായിരുന്നു. കാരണം വെള്ളത്തിൻ്റെ എല്ലാം ഒഴുക്ക് നിന്നിട്ട് എന്തിനീ തടയണ കെട്ടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കാരണം ഈ തൊഴിലുറപ്പുകാർക്ക് ഒരു ഫണ്ട് പാസ്സാക്കി അവർക്ക് ജോലി കൊടുക്കുന്നതുകൊണ്ട് എന്താണ് ഇവിടെ ഉപകാരം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ജോലിയോ കാര്യങ്ങളോ അല്ല നമ്മുടെ ചർച്ചാ വിഷയം. നമുക്ക് ഈ നാട്ടിൽ വേണ്ടത് ഈ ഒരു വരൾച്ച കാലത്ത് പ്രദേശവാസികളുടെ വെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കുന്ന ഈ കെട്ട്, ഈ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് നിൽക്കുന്നതിൻ്റെ മുമ്പ് കെട്ടി നിർത്തിയിട്ട് ആ വെള്ളം ഉപയോഗപ്പെടുത്താനായിരുന്നു നിലവിൽ സംവിധാനം വേണ്ടത്. ഇതൊന്നും ഇല്ലാതെ എല്ലാ വെള്ളമൊഴുക്കും നിന്നിട്ട് അതിന് മുകളിൽ കുറേ ചാക്ക് കൊണ്ടുവന്നിട്ട് ഒഴുക്കില്ലാത്ത പുഴയിൽ കെട്ടി നിർത്തുന്നതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇതുകൊണ്ട് യാതൊരു ഉപകാരം ഈ പ്രദേശവാസികൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. നാട്ടിൽ സമയബന്ധിതമായി ചെയ്യേണ്ട പ്രാഥമിക പ്രവൃത്തികൾ പോലും അനാസ്ഥയും അശ്രദ്ധയും കൊണ്ട് വലിയ അപകടങ്ങളും വരൾച്ചയും വരുന്ന സ്ഥിതി തുടരുകയാണെന്നും മുമ്പ് അപകടം നിറഞ്ഞ റെയിൽവേ അണ്ടർപാസിൽ താൽക്കാലികമായി എങ്കിലും അല്പം കോറി വേസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ശേഷമാണ് ആ പ്രശ്നം ഭരണസമിതി ശ്രദ്ധ ചെലുത്തിയതെന്നും എല്ലാ കാര്യങ്ങളിലും തുടരുന്ന ഈ അനാസ്ഥയ്ക്ക് കണ്ണിൽ പൊടിയിടുന്ന പതിവ് രീതിയിലുള്ള പ്രതിവിധി തുടരുകയാണ് ഭരണസമിതിയെന്നും യൂനുസ് കണ്ണത്ത് പറഞ്ഞു. എല്ലാ നിലക്കും ഒഴുക്ക് നിലച്ച ഈ പുഴയിൽ ഇനിയൊരു ബണ്ട് നിർമ്മിക്കുന്നത് എന്തിനെന്ന് മനസ്സിലാവുന്നില്ലെന്നും ഇനിയെങ്കിലും വാർഡിലെ അടിസ്ഥാന കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവണമെന്നും അതില്ലെങ്കിൽ നാട് മുഴുവൻ ബുദ്ധിമുട്ടിലാകും എന്നും കൗൺസിലറെ ഓർമ്മിപ്പിക്കുകയാണെന്നും ജുബൈർ EP പറഞ്ഞു. പ്രദേശവാസികളായ അബ്ദു ചമ്പാലി, സൽമാൻ പാറേങ്ങൽ, PT അജ്മൽ, സാജിദ് അക്കരപ്പിടിക എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. N4 ന്യൂസ്, നിലമ്പൂർ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding